വിവാദ ചിത്രം കേരള സ്റ്റോറി 2-വിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സും മറുപടി നൽകണം. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഇതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി നടക്കുന്നത്. അങ്ങനെ ഇതും കോടതി കയറുകയാണല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഉയർത്തിയിരുന്നത്, ഇപ്പോഴെന്താ സെൻസർ ബോർഡ് നിശബ്ദമാണോ? ഈ സെൻസർ ബോർഡിനെ തന്നെയല്ലേ കുറച്ച് നാൾ മുൻപ് നമ്മൾ കണ്ടത്? പല സിനിമകളുടെയും പേരിൽ, പല സിനിമകളിൽ ഉപയോഗിക്കുന്ന ഒരു ബീഫ് എന്ന പേരിന്റെ പേരിൽ പോലും ഈ നാട്ടിലെ സെൻസർ ബോർഡ് കത്രിക പൂട്ടിടുന്നത് വലിയ ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ കേരള സ്റ്റോറി 2-വും കോടതി കയറിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നൽകിയ സെൻസർ ബോർഡിന്റെ തീരുമാനം ചോദ്യം ചെയ്താണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഇത് സംബന്ധിച്ച ഹർജിക്കാരൻ. ഹർജിയിൽ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒപ്പം നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സും ഹർജിയിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. 5 ദിവസത്തിനകം മറുപടി നൽകണം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഈ ഹർജിയിൽ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ നേരത്തെ റോഷ്നി സൂചിപ്പിച്ചത് തന്നെയാണ്. പ്രത്യേകിച്ചും കേരളത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, വിദ്വേഷം പരത്തുന്ന ഒരു പ്രൊപ്പഗാൻഡ ചിത്രമാണ് കേരള സ്റ്റോറി എന്നത് കേരള അതിൻ്റെ ആദ്യ ഭാഗം പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായതാണ്. അതിൻ്റെ ബാക്കിയാണ് കേരള സ്റ്റോറി 2. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന പ്രൊപ്പഗാൻഡ ചിത്രം. ഇത് ഫെബ്രുവരി 27-നാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഈ ഫെബ്രുവരി 17-നാണ് പുറത്തു വന്നത്. അത് നിർമ്മാതാക്കൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് കേരളത്തെ കരിനിഴലിൽ നിർത്തുന്ന ചിത്രമാണ് ഇത് എന്ന കാര്യം ട്രെയിലറിലൂടെ വ്യക്തമാണ് എന്നാണ് ഹർജിയിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം, ആക്ഷേപം. 4 യുവതികളുടെ ജീവിതമാണ് ഈ കഥയുടെ പ്രമേയമായി വരുന്നത്. ഇവർ തീവ്രവാദികളുടെ പ്രണയത്തെ തുടർന്ന് തീവ്രവാദികളുടെ കെണിയിൽപ്പെടുന്നു എന്നതാണ് ഈ ചിത്രം പറയുന്നത്. അത് വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങളാൽ വിമർശിക്കപ്പെട്ട ചിത്രമാണ് കേരള സ്റ്റോറി 1-ന്റെ പ്രമേയം. അതിൻ്റെ തുടർച്ചയാണ് ഈ കേരള സ്റ്റോറി 2-ഉം. സംസ്ഥാനത്തെ ആകെ, കേരളത്തെ ആകെ, പ്രത്യേകിച്ചും ഒരു പ്രദേശത്തെ, ആ പ്രദേശത്തെ ജനതയാകെ മോശപ്പെടുത്തുന്ന ചിത്രമാണ് കേരള സ്റ്റോറി 1, അല്ലെങ്കിൽ കേരള സ്റ്റോറി അതിൻ്റെ അനുബന്ധമായ പതിപ്പുകൾ. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് നൽകിയ പ്രദർശനാനുമതി റദ്ദാക്കണം എന്നതാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൽ സെൻസർ ബോർഡ് നേരത്തെ റോഷ്നി ചോദിച്ച ചോദ്യമാണ്. സെൻസർ ബോർഡ് കേരളത്തിൽ നിന്നുള്ള പല മലയാള ചിത്രങ്ങളും അത് പ്രദർശനാനുമതി തേടുമ്പോൾ തന്നെ അതിന് പല കാര്യങ്ങൾ, ചില ഭാഗങ്ങളടക്കം വെട്ടി നീക്കണം, അതിൻ്റെ പേരുകളിൽ തലക്കെട്ടുകളിലടക്കം മാറ്റം വരുത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ സെൻസർ ബോർഡ് ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രദേശത്തെ ആകെ അപമാനിക്കുന്ന ചിത്രം, ഒരു സിനിമ വന്നിട്ടും അതിന്മേൽ പ്രദർശനാനുമതി അതേപടി ഹർജിയായി പോയിരിക്കുകയാണ്. കേരള സ്റ്റോറിയുടെ ട്രെയിലർ വർഗീയത നിറഞ്ഞതാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അത്രത്തോളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ വിഷയവും എന്തായാലും സെൻസർ ബോർഡിനെതിരെ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഹർജിയായി തന്നെ പോകുന്നു.